ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് ദൈവവേലയ്ക്കായി അയക്കുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രധാനമായും യേശുനാഥൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കും. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. അതിനോടൊപ്പം യേശുനാഥൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ദാനമായി ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളും ദാനമായി നൽകുവിൻ. ഇതോടൊപ്പം ഇവർ ഈ സ്വർഗരാജ്യ പ്രഘോഷണത്തിനായി പോകുമ്പോൾ, ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവരനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ സ്വർണ്ണമോ അരപ്പട്ടയോ ഒന്നും കയ്യിൽ കരുതാൻ പാടില്ല. അത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ പറയുന്നത്. നിങ്ങൾ ആശ്രയിച്ചുകൊണ്ടല്ല ഈ സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നത്. പ്രഘോഷിക്കുന്നതും പ്രഘോഷിക്കപ്പെടുന്നതും എല്ലാം ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രഘോഷണത്തിനായി പോകുമ്പോൾ നിങ്ങളെ ക്രിസ്തു നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പാണ്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്, നിങ്ങൾ ചെരുപ്പുകൾ ധരിക്കരുത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മത്തായിക്ക് ഒരു യഹൂദ പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അവർ ചെരുപ്പ് ധരിക്കാതിരിക്കുന്നതിന് ഒരു അടിസ്ഥാനമായ കാരണമുണ്ട്. അതായത് ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള ഒരു നിയമമുള്ളതായി പറയപ്പെടുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ജെറുസലേമിലെ തിരുനാൾ വരുന്ന സമയങ്ങളിൽ ഒത്തിരി അധികം മനുഷ്യർ വരുന്നത് കൊണ്ട് ഈ ജെറുസലേമിൻ്റെ വിശാലത കുറച്ചുകൂടെ ഒരു ഗ്രാമത്തിൻ്റെ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാറുണ്ട്. അതായത് ഈ ജെറുസലേമിനോട് ചേർന്ന് നിൽക്കുന്ന ഇടം കൂടെ ജെറുസലേം ദേവാലയത്തിനോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ പ്രവേശിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള ഒരു ചിന്തയും ഒരു പാരമ്പര്യമൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇനി ഈ ഭൂമി മുഴുവനും ഒരു ദേവാലയമേ മാറുകയാണ്. കാരണം ഇവർ പ്രഘോഷിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു ഉള്ള ഇടം ദൈവരാജ്യമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ലോകം മുഴുവനും ദൈവരാജ്യമായി മാറുമ്പോൾ അവിടേക്ക് ഇവർ ചെരുപ്പ് ധരിക്കാതെ ഒരു ദേവാലയം എന്ന വണ്ണം അവിടേക്ക് പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. അപ്പോൾ നാം നിൽക്കുന്ന ഇടം മുഴുവനും വിശുദ്ധമായി മാറുന്നു എന്നതിന് അടയാളമാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചിന്തയും ഇതാണ്, ഞാൻ പോകുന്ന ഇടങ്ങളെല്ലാം വിശുദ്ധവും പരിശുദ്ധവുമാണ്, ക്രിസ്തുവിൻ്റേതാണ്. അവിടെ എന്നെ കാണാൻ വരുന്ന വ്യക്തികളോട് ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ പോകണം. ഈ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം. അതായത് എനിക്കിഷ്ടപ്പെട്ടവരോടോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളവരോടോ മാത്രമല്ല, വിശുദ്ധമായ ഇടത്തിലേക്ക് കടന്നു വരുന്ന സകല ജാതി മനുഷ്യരോടും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ സുവിശേഷം. ഒപ്പം ഞാൻ നിൽക്കുന്ന ഇടം വളരെ വിശുദ്ധവും പരിശുദ്ധവുമാണെന്നും ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട ഇടമായി, ഇപ്പോൾ ദേവാലയം മാത്രമല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട ഇടമായി മാറുന്നത്, ഞാൻ നിൽക്കുന്ന ഭൂമിയിലെ ഓരോ ഭാഗങ്ങളും, എൻ്റെ ഭവനമായിക്കൊള്ളട്ടെ, എൻ്റെ സമൂഹമായിക്കൊള്ളട്ടെ, അതെല്ലാം ക്രിസ്തുവിൻ്റെ ഇടമായി ദേവാലയമായി മാറുകയും അവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്യണം. അത് എൻ്റെ തൊഴിലിടങ്ങളിലും ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ അങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു വിളിയാണ് സുവിശേഷം എനിക്ക് നൽകുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ അപ്പോസ്തലന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.